ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിയതാണ് കേട്ടോ. സോപ്പൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 2-3 സെക്കൻഡ് ആയതേ ഉള്ളൂ ഞാൻ ഇത് കയ്യിലിട്ടിട്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഒരു 3 മണിക്കൂർ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുവേ. നമുക്ക് ഡൈ അടിക്കാൻ ഒട്ടും തന്നെ സമയമില്ല. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത്. ഈ ഒരു ഡൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു പൊടി എടുക്കുക. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല രീതിയിലൊന്ന് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. കണ്ടോ, നല്ല കറുത്ത കളറായിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മുടി ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ തലയുടെ ഫ്രണ്ട് ഭാഗങ്ങളിലായിരിക്കും പെട്ടെന്ന് നരയ്ക്കുന്നത്. 1-2 മുടിയൊക്കെ നരച്ചിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ഇത്. ഈ പൊടി ജസ്റ്റ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. കഴുകാതെ തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ പോകാം. വന്നതിന് ശേഷം കഴുകിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ പൊടി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു വാഷിൽ തന്നെ ഇത് ഇളകിപ്പോവും. അല്ലാതെ നമ്മൾ ഇതിൽ കൂടെ വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് തേച്ച് ഒരു 3 മണിക്കൂർ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ 1-2 വാഷ് വരെയൊക്കെ ഇത് നിൽക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഡൈ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു സ്പൂണിന് ഫുൾ എടുക്കണ്ട, ഒരു 3/4 സ്പൂണ് എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത്രയും മിക്സ് ചെയ്യാൻ കണക്കിന്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ, ഇത് കറക്റ്റ് ആയോ ഒന്ന്. നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ പൊടിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാൻ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. സോപ്പ് ഉപയോഗിച്ചാലും ഇത് ഇളകി പോകും കേട്ടോ. നോർമൽ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ 1-2 വാഷ് വരെയൊക്കെ ഈ ഒരു ഡൈ നമ്മുടെ തലയിൽ തന്നെ കാണും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. നമുക്ക് ഹെയർ ഡൈ ഇപ്പം വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ, അല്ല എങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു, എവിടെയെങ്കിലും പോകണം, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഡൈ നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതാണേ, നമ്മുടെ പൊടി മാത്രമായിട്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇടുന്നത് കാണിച്ചു തരാം. കണ്ടോ, നല്ല കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. കണ്ടോ, ഇതാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതാണേ. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 പിടി കറിവേപ്പില എടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ കടുക് എടുക്കുക. ഇത് രണ്ടും നല്ല വണ്ണം ഒന്ന് നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. അതായത് നമ്മൾ കറിവേപ്പില നല്ല പൊടിഞ്ഞ് വരും കേട്ടോ, അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കടുകെന്ന് പറയുന്നത് പൊട്ടി നല്ല കരിഞ്ഞ് വരും. അതിനുശേഷം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം പൊടിച്ചെടുക്കാൻ കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിക്കുക വേണം. ചില ആൾക്കാർക്ക് നല്ല എണ്ണം പൊടിഞ്ഞ് കിട്ടത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് അരിച്ചെടുക്കാവുന്നതാണേ. നിങ്ങൾക്ക് ഈ ഹെയർ ഓയിലിന് പകരം വേണമെങ്കിൽ വാസ്ലിൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കുറഞ്ഞത് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.